ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 846 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള യോഹന്നാൻ 15 അധ്യായം 4 തിരുവചനം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഒരു മനുഷ്യൻ പ്രായപൂർത്തിയായ ഒരു കറുത്ത പൂച്ചയെ വാങ്ങി. അതിന്റെ പേര് ജൂണോ എന്നായിരുന്നു. എലികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം. ജൂണോയെ കൈമാറുമ്പോൾ ഈ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ജൂണോയുടെ ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇയാൾക്ക് നൽകി. അയാളത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ജൂണോ തന്റെ വീട് ഏതാണെന്നും ഭക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ എവിടെയാണ് എന്നുമൊക്കെ തിരിച്ചറിഞ്ഞു. എവിടെ പോയാലും ജൂണോ കൃത്യമായി അതിന്റെ വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്തിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ യഥാർത്ഥ ഭവനം ഏതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ലോക ജീവിതം അത് താൽക്കാലികമാണ് എന്ന് പോലും തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെ സമ്പത്തിനു വേണ്ടി, പദവികൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി, ഒരൽപ്പം സ്ഥലത്തിനു വേണ്ടിയൊക്കെ മത്സരിക്കുന്ന, അതിനുവേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു സമൂഹമായി ഞാനും നിങ്ങളും മാറിക്കഴിഞ്ഞില്ലേ? നമ്മുടെ യഥാർത്ഥ ഭവനം ഏതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നാം വരണമെങ്കിൽ വചനം പറയുന്നത് പോലെ കർത്താവിൽ വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങളിലുമൊക്കെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടാകും. അങ്ങനെ നിത്യജീവന്റെ അവകാശികളായി മാറുവാൻ, യഥാർത്ഥ ഭവനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ. അതിന് ഈ വിശുദ്ധ വാരം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.